നമ്മൾ ഓരോ വർഷവും മാധ്യമ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ സ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അല്ലേ? മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇപ്പോൾ ഈ വർഷം 180 രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മൾ 152 സ്ഥാനത്താണ്. ഓരോ വർഷവും നമ്മൾ ആ കാര്യത്തിൽ, സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് ആലോചിക്കണം. അപ്പോൾ ഏറ്റവും ഗതികെട്ട ഒരു അവസ്ഥയിലാണ്. ഇതെന്താണ്? ചോദ്യങ്ങളെ നേരിടാൻ കഴിയാത്ത, ചോദ്യങ്ങൾക്കുത്തരം പറയാൻ കഴിയാത്ത ദുർബലരായ ഭരണകൂടം. ആ ഭരണകൂടത്തിന് ഒരു തരത്തിലെ അധികാരം കാണിക്കാൻ, ഒരു തരത്തിലെ അവരുടെ ശക്തി കാണിക്കാൻ പറ്റുള്ളൂ അധികാര പ്രയോഗം കൊണ്ട്. ആ അധികാര പ്രയോഗമാണ് അസമിൽ നിന്ന് വന്നിരിക്കുന്നത്. ആരാണ് അസമിലെ മുഖ്യമന്ത്രി? ഹിമന്ത ബിശ്വ ഇതിനു മുമ്പ് എന്തൊക്കെ പ്രവർത്തനങ്ങളിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്? വർഗീയമായ പരാമർശങ്ങൾ, വർഗീയമായ നിലപാടുകൾ, അല്ലെങ്കിൽ വർഗീയമായ പ്രവർത്തനങ്ങൾ, സർക്കാരുമായി ബന്ധപ്പെട്ടെടുക്കുന്ന നടപടികൾ, ഈ തരത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പോയതാണ്, കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയ നേതാവാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്നു. അതെ, അതാണ് ഹിമന്ത ബിശ്വ ശർമ്മ. അപ്പോൾ അദ്ദേഹം അവിടേക്ക് പോയ ശേഷം BJP-ക്ക് വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ തരത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ ഈ തരത്തിൽ കയറിട്ട് കെട്ടാൻ ശ്രമിക്കുമ്പോൾ ശക്തമായ പ്രതിരോധമുണ്ടാകും. ആ പ്രതിരോധം എല്ലാ കാലത്തും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിച്ച ശരിയായ മാധ്യമ പ്രവർത്തനം ഉയർന്നു വരിക തന്നെ ചെയ്യും. നമ്മൾക്കറിയാം, ഗോദി മീഡിയ എന്നൊരു വലിയ മേഖലയാണ് ദേശീയ തലത്തിൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രതിപക്ഷ സ്വരങ്ങൾ ഒന്നും കേൾപ്പിക്കാതെ ഭരണവർഗത്തിൻ്റെ PR പ്രവർത്തനം മാത്രമായി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം എവിടെയുണ്ട്.